പറ്റും, ഞാൻ വലിയൊരു രാഷ്ട്രീയക്കാരത്തിയല്ല, ഞാൻ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സംസാരങ്ങളിലൊന്നും ഇടപെടാറില്ലാത്ത ഒരാളാണ്. പക്ഷേ ഈ പ്രസ്ഥാനം CPI എന്ന് പറഞ്ഞ പ്രസ്ഥാനം എനിക്ക് വളരെ സ്നേഹമുള്ളൊരു പ്രസ്ഥാനമാണ്. ഞാൻ എല്ലാവരോടും ഈ 5 വർഷക്കാലം എന്നോട് ചോദിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത്, വളരെ അഴിമതിരഹിതമായ അല്ലെങ്കിൽ എന്തൊരു കാര്യവും നമ്മളോട് ആവശ്യപ്പെടാതെ നമുക്ക് സ്വതന്ത്രമായി നമ്മുടെ കാര്യങ്ങൾ ചിന്തിക്കാനും നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ളൊരു പ്രസ്ഥാനം. പക്ഷെ അത് ചില വ്യക്തികളിലോട്ട് ഒതുങ്ങിപ്പോകുമ്പോൾ നാളെ ഇന്ന് നമ്മൾ വന്ന പോലെയുള്ള എല്ലാ അവസരങ്ങളും മറ്റുള്ള വനിതാ സഖാക്കൾക്കും കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്രസ്ഥാനം നല്ല രീതിയിൽ വളർന്നു വരുള്ളൂ. അല്ലെങ്കിൽ അത് വേരില്ലാതെ ആയി പോകും കൊച്ചി മണ്ഡലത്തിലെ പ്രസ്ഥാനം എന്നുള്ളതുകൊണ്ട്, അതിനോട് യോജിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ വഹിക്കുന്ന ഈ ചുമതലകൾ പാർട്ടിയിൽ നിന്ന് ഞാൻ രാജിവെക്കുന്നതായി നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. അതെ അതെ, പാർട്ടി സ്ഥാനം, പാർട്ടിയിൽ നിന്ന്, മെമ്പർഷിപ്പിൽ നിന്നും, അതെ അതെ, മെമ്പർഷിപ്പ് ഉൾപ്പെടെ. നിങ്ങളടുത്ത സ്ഥാനാർത്ഥി ആയിക്കൊണ്ട് നമുക്ക് 2-3 പേരെ നിർദ്ദേശിക്കണം. അപ്പോൾ ആ ഒരു നിർദ്ദേശം നിങ്ങൾ തരണമെന്ന് പറയും. ഒരു ദിവസമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനു മുമ്പേ തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല. ഞാനിപ്പോഴും നിങ്ങളോട് പറയുന്നു, ഞാൻ മത്സരിക്കാൻ താല്പര്യമില്ല. പാർട്ടി എനിക്ക് 5 വർഷക്കാലം ഡെപ്യൂട്ടി മേയർ എന്ന പദവി ആർക്കും കിട്ടാത്തൊരു പദവി എനിക്ക് തന്നതാണ്. ആ പദവി ഞാൻ നല്ല രീതിയിൽ വിനിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറങ്ങാനാണ് എൻ്റെ ഒരു തീരുമാനം. താഴെയുള്ള ഞങ്ങളുടെ സഖാക്കൾ, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളൊക്കെ എന്നോട് ചോദിച്ചു, അൻസിയ മത്സരിക്കുന്നുണ്ടെങ്കിൽ അൻസിയാൻ്റെ പേര് ഞങ്ങൾ, അപ്പോൾ വേണ്ട, എല്ലാവർക്കും നമുക്ക് ഒരേ അവസരം കൊടുക്കാം. നമ്മളെപ്പോലെ പുറത്തു നിന്ന് മാത്രമല്ലല്ലോ, എല്ലാവരും അകത്ത് വരട്ടെ, നമുക്ക് ആരെങ്കിലും ഒരാൾക്ക് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് നമുക്ക് അവസരം കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞ് 3 പേരെ പേര് നിർദ്ദേശിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മഹിളാ സംഘത്തിലെ, ഇപ്പം ഞാൻ മഹിളാ സംഘം കൊച്ചി മണ്ഡലം സെക്രട്ടറി കൂടിയാണ് ഞാൻ, ആ ഭാരവാഹിത്വം കൂടി എനിക്കുണ്ട്. അപ്പോൾ മഹിളാ സംഘത്തിൽ നമുക്ക് നന്നായിട്ട് പ്രവർത്തിക്കുന്ന, കാരണം ആളുകൾ കുറവാണെങ്കിൽ പോലും ഒരു 5-6 ആളുകൾ ഞാൻ എന്ത് ആവശ്യങ്ങൾക്ക് വിളിച്ചാലും എൻ്റെ കൂടെ വരാനും എനിക്ക് സപ്പോർട്ടായി ഈ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന മെമ്പർഷിപ്പുള്ള 2 പേരുകൾ അന്ന് അവിടെ നിർദ്ദേശിച്ചത്, ഒരു 3-4 പേര് എൻ്റെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാർട്ടി മണ്ഡലം ഇതിൽ പ്രവർത്തിക്കുന്ന മഹിളാ സഖാവിൻ്റെ പേര് നിർദ്ദേശിച്ചു. അപ്പോൾ അതിൽ ഒരു കമ്മിറ്റി അംഗം മാത്രമാണ് 2 വ്യക്തികളുടെ പേര് നിർദ്ദേശിച്ചത്. അവർ മെമ്പർഷിപ്പിലൊന്നും ഇല്ലാത്ത ആളുകളാണ്. അപ്പോൾ അങ്ങനെ അന്ന് ആ ചർച്ച മാത്രം കഴിഞ്ഞു. 2 ദിവസം പിറ്റേന്ന് നമുക്ക് ചർച്ച ആരംഭിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസത്തെ ഗ്യാപ്പിട്ട് പിറ്റേന്ന് വിളിച്ചപ്പോൾ ലിസ്റ്റ് ക്രോഡീകരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു സഖാവിനെ അവിടെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ദിവസത്തിനിടവിട്ട് പിറ്റത്തെ ദിവസം എല്ലാവരെയും വിളിച്ചുകൂട്ടി ലിസ്റ്റ് ക്രോഡീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആരും പിന്തുണക്കാത്ത, 4 പേരും 5 പേരും ഒന്നും പറയാത്ത ഒരു വ്യക്തി കൊണ്ടുവന്ന ഒരാളുടെ പേരാണ് 1-ാം സ്ഥാനത്ത്, സ്ഥാനാർത്ഥി നിർണയത്തിലെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് വന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു, അത് ലിസ്റ്റ് ക്രോഡീകരിച്ചത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ മണ്ഡലം കമ്മിറ്റിയിലെ സഖാക്കൾക്ക് അത് പറയാൻ പോലുള്ളൊരവസരം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വന്നവരൊന്നും കൊടുത്തില്ല. നമ്മുടെ മണ്ഡലം ജില്ലാ സെക്രട്ടറി തന്നെ, മഹിളാ സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയും ഉണ്ടായിരുന്നു അന്നത്തെ മീറ്റിങ്ങിൽ. അപ്പോൾ ലിസ്റ്റ് എങ്ങനെയാണ് ക്രോഡീകരിച്ചതെന്ന് വെച്ചപ്പോൾ ഈ ലിസ്റ്റാണ് 1-ാമതായിട്ട് കിടക്കുന്നത്. നമുക്ക് മെമ്പർഷിപ്പ് ഇല്ലാത്ത, നമ്മുടെ മഹിളാ സംഘത്തിൽ ഒരു പ്രവർത്തനം ഇല്ലാത്ത ഒരു വ്യക്തിയുടെ പേരാണ് 1. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇത് ലിസ്റ്റ് ബാക്കി 2 പേരുടെ ലിസ്റ്റുമാണ് കിടന്നിരുന്നത്. അപ്പോൾ എൻ്റെ പേര് ലിസ്റ്റിലേ ഇല്ലായിരുന്നു. അതെനിക്ക് ഇപ്പോഴും എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ മഹിളാ സംഘത്തിൽ പ്രവർത്തിക്കുന്ന, ഞാൻ വന്ന പോലെ അവരും എന്നൊപ്പം ബുദ്ധിമുട്ടി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നവർ സ്ഥാനാർത്ഥിയാവണം. ജയവും തോൽവിയും പിന്നത്തെ കാര്യമാണ്, നമുക്ക് അങ്ങനെ വരണമെന്നാണ് ഞാനിപ്പോഴും മത്സര രംഗത്തില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ 1-ാം സ്ഥാനം, അപ്പോൾ അത് ഇങ്ങനെയാണ് ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചേക്കുന്നത്, അപ്പോൾ ഇന്നയാളുടെ പേര് നിങ്ങൾ അംഗീകരിക്കണം, ഈ ലിസ്റ്റ് അംഗീകരിക്കണം എന്ന് പറഞ്ഞു. അവിടെ ചെറിയ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു, ഇത് ജില്ലാ കമ്മിറ്റിക്കേ വിടുകയുള്ളൂ, ഇതൊരു അന്തിമ തീരുമാനമല്ല, ക്രമ നമ്പർ 1 നിങ്ങൾ നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ചർച്ച അവസാനിപ്പിച്ചത്. പക്ഷേ ഇന്നലെ ഞങ്ങൾ കൗൺസിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മെസ്സേജ് വന്നേക്കണേ, ഈ മെമ്പർഷിപ്പിലൊന്നുമില്ലാത്ത, ഇതിനു വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി ഞങ്ങളൊപ്പം നിൽക്കുന്ന മഹിളാ സഖാക്കളെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു വ്യക്തി പറഞ്ഞ, ആരും പിന്താങ്ങാനില്ലാത്ത ഈ ഒരു വ്യക്തി പറഞ്ഞ ഒരാളാണ് നമ്മുടെ സ്ഥാനാർത്ഥിയായി 6-ാം ഡിവിഷനിൽ ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നത്.
അപ്പോൾ അത് നമ്മൾ നമ്മുടെ വലിയ പ്രസ്ഥാനം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഞാൻ വലിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഞാൻ വലിയൊരു രാഷ്ട്രീയക്കാരത്തിയല്ല. ഞാൻ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സംസാരങ്ങളിലൊന്നും ഇടപെടാറില്ലാത്ത ഒരാളാണ്. പക്ഷേ ഈ പ്രസ്ഥാനം CPI എന്ന് പറഞ്ഞ പ്രസ്ഥാനം എനിക്ക് വളരെ സ്നേഹമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഞാൻ എല്ലാവരോടും ഈ 5 വർഷക്കാലം എന്നോട് ചോദിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത് വളരെ അഴിമതിരഹിതമായ അല്ലെങ്കിൽ എന്തൊരു കാര്യവും നമ്മളോട് ആവശ്യപ്പെടാതെ നമുക്ക് സ്വതന്ത്രമായി നമ്മുടെ കാര്യങ്ങൾ ചിന്തിക്കാനും നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ളൊരു പ്രസ്ഥാനം. പക്ഷെ അത് ചില വ്യക്തികളിലോട്ട് ഒതുങ്ങി പോകുമ്പോൾ ഇന്ന് നമ്മൾ വന്ന പോലെയുള്ള എല്ലാ അവസരങ്ങളും മറ്റുള്ള വനിതാ സഖാക്കൾക്കും കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്രസ്ഥാനം നല്ല രീതിയിൽ വളർന്നു വരുള്ളൂ. അല്ലെങ്കിൽ അത് വേരില്ലാതെ ആയി പോകും കൊച്ചി മണ്ഡലത്തിലെ പ്രസ്ഥാനം എന്നുള്ളതുകൊണ്ട് അതിനോട് യോജിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ വഹിക്കുന്ന ഈ ചുമതലകൾ പാർട്ടിയിൽ നിന്ന് ഞാൻ രാജിവെക്കുന്നതായി നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. അതെ പാർട്ടി സ്ഥാനം, പാർട്ടിയിൽ നിന്ന് മെമ്പർഷിപ്പിൽ നിന്ന്, അതെ മെമ്പർഷിപ്പ് ഉൾപ്പെടെ.